ഞാനിന്നൊരു സാമ്പാറും ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ. അതിന് സാമ്പാറിന് കഷ്ണങ്ങളൊന്നുമില്ല, ഒന്നുമില്ല എന്നല്ല, കുറച്ച് കഷ്ണങ്ങളുണ്ട്. അതായത് കുറച്ച് ചെറിയ ഉള്ളി, ഇങ്ങനത്തെ ചെറിയ ഉള്ളി, അതും ഒരു 3-5 വെണ്ടയ്ക്ക, ഒരു തക്കാളി, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് പരിപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ റെഡിയാക്കട്ടെ. ഞാൻ കുക്കറിലിട്ടാണ് വയ്ക്കുന്നത്. അത് എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ കണ്ടിട്ട് ഉള്ളി ഇട്ടു. ഇനി ഇത് ഓരോന്നായിട്ട് കണ്ടിച്ചിടാം കേട്ടോ. എൻ്റെ വെണ്ടയിലുണ്ടായ വെണ്ടയ്ക്ക പക്ഷെ അത് മൂത്ത് പോയി. കുഴപ്പമില്ല, സാമ്പാറിനപ്പം പ്രശ്നമില്ലല്ലോ. അത് കാരണം മൂത്തായാലും കുഴപ്പമില്ലാതെ ഞാൻ തൊട്ട് വെണ്ടയ്ക്ക കഴിഞ്ഞു. ഇനി അടുത്ത തക്കാളി. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ടേക്കാൻ വിചാരിച്ചു. ഇനി രണ്ടാമതൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത് അതിനകത്തേക്ക് തന്നെ നമുക്ക് മുറിച്ചിട്ടേക്കാം. എല്ലാം മുറിച്ചുള്ള പിടിച്ചാൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൈ 2 കഷ്ണമായിരിക്കും. അധികം പഴുക്കാത്ത തക്കാളിക്കാണ്. അത് നല്ല പൊടി കാണുമെന്ന് തോന്നുന്നു സാമ്പാർ. നമുക്ക് നോക്കാം, വേവിച്ച് അറിയാം. ഈ വെള്ളം ഉണ്ടല്ലോ, ഫിൽറ്ററിൽ നിന്ന് തന്നെ വെള്ളം കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കാം.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ വൈകുന്നേരം പലഹാരങ്ങളോ ഒക്കെയാണോ, അതോ ചോറ് ചപ്പാത്തി അങ്ങനെയൊക്കെയാണോ? ഞങ്ങളിവിടെ ഇപ്പം 2-3 ദിവസമായിട്ട് ഇങ്ങനെ പലഹാരങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം പലഹാരം ഉണ്ടാക്കാൻ വിചാരിച്ചു. എല്ലാവർക്കും അതൊന്നും ഇഷ്ടം, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കേട്ടിരുത്തല്ലേ? ഇവിടെ ഇരുന്നോളെ കേട്ടോ. ഇവിടെ ഇരുന്നോളെ. കൈ കാലം പൊക്കരുത്. കുറച്ചുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് എല്ലാ ദോശയും ഉണ്ടാക്കി തരാം കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കുക. വലദോശ ഉണ്ടാക്കുക. കഴിക്കാത്ത കുഞ്ഞ് എന്ത് ദോശ ഉണ്ടാക്കണം? മേത്തൊന്നും തയ്ക്കരുത്, ഉടുക്കടി തയ്ക്കരുത്, മേത്ത് തയ്ക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. നല്ല എന്തോ കാലിൽ തയ്ച്ചോ?
കുഞ്ഞിന് ദോശ വെള്ളം അതൊന്നും എടുത്ത് കളയരുതേ, നല്ല കേട്ടോ. അപ്പൂന് എന്തെന്നാ വേണ്ടേ ഈ ദോശയുടെ ദോശ ഒരു മരം ദോശ ഒരു എല്ലുംകോലും ദോശ ഞാനിത് കളിക്കാൻ കൊടുത്താ വെള്ളം ഒരു മേത്തൊക്കെ ഒഴിക്കാതെ ഞാൻ താഴത്തേക്ക് ഇറക്കൂട്ടോ. അത് ഇതിപ്പോ അടുത്ത വിസിൽ വരുവേ, അടുത്ത വിസിൽ വരുവേ, അടുത്ത വിസിൽ വരും. അതിപ്പോ വരും. അപ്പൂന് എൻ്റെ കൊച്ചുമോൻ ഇവിടെ വന്നത് മൊത്തം പാക്കി. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെ പണി നമ്മൾ തുടങ്ങി. അതേ നടക്കുള്ളായിരുന്നു. അവനെ പറഞ്ഞു വിട്ടു വന്നിട്ട് വീഡിയോ ഓഫ് ചെയ്തപ്പോൾ അവൻ തന്നെ പോയി. അന്നേരം ഞാൻ ദോശ റെഡിയാക്കി, ഇത് ദോശയായി, കട്ടൻ ചായ ഉണ്ടാക്കി, പിന്നെ സാമ്പാർ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ. പിന്നെ അവന് എന്തിനാണ് ബഹളം ഉണ്ടാക്കിയെന്നറിയോ? അവന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് എന്താ മനുഷ്യനാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. മനുഷ്യൻ്റെ രൂപം വേണം അവന്, അവനെ പോലത്തെ ഒരു രൂപം വേണം എന്നൊക്കെ പറഞ്ഞു. അതിൽ അതുപോലെ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഒരു മരം വേണമെന്ന് പറഞ്ഞു. അതിന് ഞാനൊരു മരം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഒരു കൈപ്പത്തി, നമ്മുടെ കൈപ്പത്തിയുടെ ആണ് കേട്ടോ. ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കി വരണം. പിന്നെ ഞാൻ നമ്മുടെ കിങ്ങിണിക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. അവന് ഒരാട്ടുമ്പയും കൂടെ വേണം. ഒരാട്ടുമ്പയും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവൻ പറഞ്ഞു എനിക്കൊരു സൺ വേണം അമ്മൂമ്മേന്ന് പറഞ്ഞു. ഒരു സൺ പൊട്ടാതെ എടുത്തോ നോക്കട്ടെ. ഞാൻ സണ്ണിനെ കൂടെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവൻ്റെ കാര്യവും ഞാൻ സന്തോഷത്തിലാക്കി. ഇനി ഇത് അവന് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അറിയാം അവൻ്റെ സന്തോഷം എന്തോരം ഉണ്ടെന്നൊക്കെ. കണ്ടോ, എൻ്റെ കലാപരിപാടികളാണ് കേട്ടോ ഇതെല്ലാം. എനിക്കറിയാവുന്ന കലയിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി അവന് കൊടുത്തു. ഇനി ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് പോകണം. ഇത് അവന് കൊണ്ട് കൊടുക്കണം, അവൻ്റെ സന്തോഷം കാണണം. അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. ഇതെന്തോ സന്തോഷമായോ? ആ ആട്ടുമ്മ കിങ്ങിണി വേണമെന്ന് പറഞ്ഞില്ലേ? കിങ്ങിണി ഉണ്ടാക്കിയതാ അമ്മൂമ്മ. ഇതെന്താ ഇത്?
സ്റ്റാർ ഫിഷോ സ്റ്റാർ ഫിഷിന് സൺ വേണമെന്ന് പറഞ്ഞില്ലേ? അമ്മ ഉണ്ടാക്കിയ സണ്ണത്. സ്റ്റാർ ഫിഷ് ആയിപ്പോയി. ഇതെന്താ? കയ്യാ ആ ഇത് കയ്യ്. ഇതെന്താ ഇത്? ഇത് പറഞ്ഞു ഇതെന്താ? മനുഷ്യൻ ആ മനുഷ്യൻ. അപ്പൊ കൂടെ ഇതെന്താന്ന് പറഞ്ഞു? ഇതെന്താന്ന് പറഞ്ഞു? ഇതെന്താന്ന് പറഞ്ഞു? മരം മരം. ആ ഇപ്പൊ എല്ലാം ആയില്ലേ? അപ്പൊ കൂടെ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് തന്നില്ലേ? ആ സന്തോഷം. ഇനി അതാണ് ഞങ്ങളുടെ സന്തോഷം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. ഞാൻ എടുക്കട്ടെ, പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ദോശ ഉണ്ടാക്കിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പുട്ടുകൂടെ ഇരിപ്പുണ്ട്. അന്നേരം സാമ്പാറും പുട്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അന്നേരം അത് കാരണം അതുകൂടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതും നമുക്കിതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ഞാൻ സാമ്പാറും ദോശയും കഴിക്കണം കേട്ടോ. ചെറിയ ഉള്ളിട്ടുള്ള സാമ്പാർ, നല്ല അടിപൊളി സാമ്പാർ കേട്ടോ. ഇത് നോക്കിയേ, നല്ല അടിപൊളി സാമ്പാർ ഇഷ്ടപ്പെട്ടു. ഇനി